കൊറിയൻ ഗേൾസിനെയും ബോയ്സിനെയും ഒക്കെ മിക്കവർക്കും ഇഷ്ടമാണ്. വസ്ത്രധാരണത്തിലും സ്റ്റൈലിംഗിലുമെല്ലാം ഒരു കൊറിയൻ സ്റ്റൈൽ കൊണ്ടുവരാറുമുണ്ട് ഇന്നത്തെ തലമുറ. യൂട്യൂബിലും മറ്റുമൊക്കെ ഈ കൊറിയൻ ട്രെൻഡിംഗ് നിലനിൽക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ദക്ഷിണ കൊറിയ ഇപ്പോൾ കടന്നുപോകുന്നത്. നമ്മളൊക്കെ ക്യൂട്ട് ബോയ്സ് എന്ന് വിളിക്കുന്ന കൊറിയൻ യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ പെണ്ണു കിട്ടുന്നില്ലെന്നാണ് പരാതി. ഏതാണ്ട് 7 ലക്ഷം മുതൽ 8 ലക്ഷം വരെ യുവാക്കളാണ് 1980കളുടെ മധ്യത്തിൽ ദക്ഷിണ കൊറിയയിൽ ജനിച്ചത്. ഈ 2024 അവരെല്ലാം വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നവരുമാണ്. എന്നാൽ ഇത്രയധികം പേർക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല. കഴിഞ്ഞ 30ഓളം വർഷങ്ങളായി ദക്ഷിണ കൊറിയയിൽ സ്ത്രീ പുരുഷ അനുപാതം അസന്തുലിതമാണ്. തൽഫലമായി രാജ്യത്തെ യുവതികളേക്കാൾ ഇരട്ടിയാണ് യുവാക്കൾ. ദക്ഷിണ കൊറിയയിലെ ഈ വിവാഹ പ്രതിസന്ധി ചൈന, തായ്വാൻ, ഇന്ത്യ എന്നിവിടങ്ങളിലും പതുക്കെയെങ്കിലും വളരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മിക്ക രാജ്യങ്ങളിലും പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ജനിക്കുന്നുണ്ട്. 100 പെൺകുട്ടികൾക്ക് 105 മുതൽ 107 വരെ ആൺകുട്ടികളാണ് ഈ കണക്കുകൾ. ജനന സമയത്ത് ആ അനുപാതം ഏതാണ്ട് സ്ഥിരമാണെങ്കിലും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്ന ജൈവിക വസ്തുത കാരണം കാലക്രമേണ ഈ അനുപാതത്തിൽ കാര്യമായ വ്യത്യാസം സംഭവിക്കുന്നു. അതായത് ഓരോ വർഷം കടന്നു പോകുമ്പോഴും പുരുഷന്മാരുടെ മരണനിരക്ക് സ്ത്രീകളെക്കാൾ കൂടുതലാകുന്നു. 1950കളിൽ അമേരിക്കയിൽ 100 പെൺകുട്ടികൾക്ക് 105 ആൺകുട്ടികൾ എന്ന നിലയിലായിരുന്നു ജനന സമയത്തെ സ്ത്രീ പുരുഷ അനുപാതം. ഇതാണ് സെക്സ് റേഷ്യോ അറ്റ് ബർത്ത്. US-ൽ അന്നുണ്ടായിരുന്ന 105 എന്ന കണക്ക് തന്നെയാണ് 2021-ലും. ഇതിന് വിപരീതമായി ദക്ഷിണ കൊറിയയിൽ ജനന സമയത്തെ സ്ത്രീ പുരുഷ അനുപാതം 1950 മുതൽ 1980 വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിരുന്നെങ്കിൽ 85-ൽ ഇത് 110ആയും 90കളിൽ ഇത് 115ആയും വർദ്ധിച്ചു. അതായത് 100 പെൺകുട്ടികൾ ജനിക്കുമ്പോൾ 115 ആൺകുട്ടികൾ ജനിക്കും. 1990കളിലും 2000-ലും ഈ കണക്ക് ഏറിയും കുറഞ്ഞും തുടർന്നെങ്കിലും 2021 വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്കെത്തി. എന്നാൽ അപ്പോഴേക്കും വിവാഹപ്രായമായ ദക്ഷിണ കൊറിയൻ പുരുഷന്മാർ പെൺകുട്ടികളെ കിട്ടാതെ പ്രായം കവിഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ അനുപാതം വലിയ തോതിൽ വ്യത്യാസപ്പെടുന്നതിനും വിവാഹ പ്രതിസന്ധിയിലേക്ക് എത്തുന്നതിനും നിരവധി കാരണങ്ങളുണ്ട്. 1960കൾ മുതൽ ഇന്ന് വരെ ദക്ഷിണ കൊറിയയിൽ പ്രത്യുൽപാദന നിരക്ക് വലിയ തോതിൽ കുറഞ്ഞെന്നാണ് റിപ്പോർട്ട്. 1960-ൽ ഒരു സ്ത്രീക്ക് 6 കുട്ടികൾ ജനിച്ചിരുന്നെങ്കിൽ 72 ആയപ്പോഴേക്കും ഇത് 4 കുട്ടികളായി. 84 ആയപ്പോഴേക്കും ഒരു സ്ത്രീക്ക് 2 കുട്ടികൾ മാത്രമാണ് ജനിക്കുന്നത്. 2022-ലെത്തിയപ്പോൾ പ്രത്യുൽപാദന നിരക്ക് 0.82% കൂപ്പുകുത്തി. ആൺകുട്ടികൾ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദക്ഷിണ കൊറിയൻ സ്ത്രീകളുടെ ആഗ്രഹം കാലങ്ങളായി അവരുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നത് കൂടിയാണ്. 21-ാം നൂറ്റാണ്ടിലും ആ ആഗ്രഹം മിക്ക കുടുംബങ്ങളിലും കൂടുതലാണ്. അതേസമയം ആൺകുട്ടി ജനിക്കുന്നുണ്ട് എന്നുറപ്പാക്കാൻ മാതാപിതാക്കൾ ഗർഭധാരണ സമയത്ത് തന്നെ സ്കാനിംഗ് നടത്തുന്നതും ദക്ഷിണ കൊറിയയിൽ പതിവാണ്. നിലവിൽ ദക്ഷിണ കൊറിയയിലുള്ള 1980-നും 2010-നും ഇടയിൽ ജനിച്ചവരിൽ ഭൂരിഭാഗവും ആൺകുട്ടികളാണ്. ഇവരിൽ വിവാഹപ്രായമുള്ളവർക്കാകട്ടെ രാജ്യത്ത് പെൺകുട്ടികളെയും കിട്ടാനില്ല. 1980കളിലും 90കളിലും ജനിച്ച മിക്ക ആൺകുട്ടികളും ഇപ്പോൾ വിവാഹപ്രായമെത്തി. അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ കൂടുതൽ പേർ വിവാഹപ്രായത്തിലെത്തും. 2023-ൽ 19-നും 34-നും ഇടയിൽ പ്രായമുള്ള ദക്ഷിണ കൊറിയക്കാരിൽ 36% പേർ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പെണ്ണെവിടെ എന്നതാണ് പ്രതിസന്ധി. വിദേശത്ത് നിന്നുള്ള പെൺകുട്ടികളുടെ ദക്ഷിണ കൊറിയയിലേക്കുള്ള കുടിയേറ്റം പ്രശ്നം കുറച്ചെങ്കിലും കുറയ്ക്കാൻ സഹായിച്ചേക്കും. വടക്കുകിഴക്കൻ ചൈനയിൽ നിന്നുള്ള കൊറിയൻ സ്ത്രീകളുടെയും വിയറ്റ്നാം, ഫിലിപ്പീൻസ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ വനിതകളുടെയും ദക്ഷിണ കൊറിയയിലേക്കുള്ള കുടിയേറ്റത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് ദക്ഷിണ കൊറിയ. ഇവർക്ക് ഗവൺമെന്റിൽ നിന്നുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നതായി ജനസംഖ്യാ ശാസ്ത്രജ്ഞർ പറയുന്നു. വിവാഹം അനന്തമായി നീണ്ടുപോയാൽ സിയോളിലെ ബാച്ചിലർ ഗെട്ടോകളിലും വാണിജ്യ ലൈംഗിക കേന്ദ്രങ്ങൾ കൂടുതൽ പ്രചാരത്തിലുള്ള ദക്ഷിണ കൊറിയയിലെ മറ്റ് നഗരങ്ങളിലേക്കും സ്ഥിര താമസമാക്കിയേക്കും ഈ യുവാക്കൾ. കുടിയേറ്റക്കാരായി എത്തുന്ന യുവതികളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ദക്ഷിണ കൊറിയയിലെ യുവാക്കൾക്ക് വിവാഹം ഒരു സ്വപ്നം മാത്രമായി മാറും.